ഇതാണ് എന്നെ സങ്കടമാക്കുന്നത്. ഇപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന്. എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് വീരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂ. ഇതന്നെ എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാളാണെന്ന്. സത്യമായിട്ടും അത് താഴെ കാണിച്ചേ. രതീഷ് ഇവിടെ ഉണ്ടോ? രതീഷ് ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നോക്കോ. ഇത്രയധികം ആർത്തിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇച്ചിരിപ്പോത ബീഫിന് വേണ്ടി ഇത്രയും തല്ലുണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യമായിട്ടും. ഞാൻ കോഴിക്കോട് ചാമ്പ്യൻസ് ഹോട്ടലുണ്ട്, അങ്കമാലിയുണ്ട്, നല്ല ബീഫ് കിട്ടുന്ന സ്ഥലം. എവിടാന്ന് വെച്ചാൽ ബീഫ് നിന്ന് ജീവിക്കുക. അതിന്റെ പേര് ഇനി തല്ലുണ്ടാക്കി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പണിഷ്മെന്റ് ഉണ്ട്. അടുത്താളെ കാണിച്ചേ. ആ 4 കൊല്ലം ഒരു പെൺകുട്ടിയുടെ കൂടെ ശശികല ചാർത്തിയ ദീപ വലയം ഉണ്ടാക്കിയിട്ട് 3 മാസം കൊണ്ട് ഒരാൾ വന്ന് നീലനിലവ ഉണ്ടാക്കി അടിച്ചോണ്ട് പോയി. എന്റെ സംശയം ഇതല്ല. ഈ നീലനിലവും ഇല്ല, ഈ ശശികലയും ഇല്ലാതെ ഈ ആർത്തിപ്പണ്ടാരത്തിലൂടെ പോയത് എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് ചിത്രത്തിൽ പോലും ഇല്ല. അതെങ്ങനെ എനിക്ക് അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇത്രയും നല്ല 2 പേരും ഉണ്ടായിട്ട് പോയത് അത്രയും വലിയ ബീഫിനോട് ആർത്തിയുള്ള ഒരാളുടെ കൂടെ. ഓക്കെ. ഓ അപ്പൊ എന്താണ് മുള്ളമുട്ടണോ? ആ നിക്ക്. ഓക്കെ, അടുത്ത മാറ്റിട്ടോ. ആ ക്രിക്കറ്റ് കളി അറിയില്ലെങ്കിൽ കളി നിർത്തിയിട്ട് പോണം. ഹേ, അല്ലാതെ മറ്റുള്ളവന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് കളി നിർത്തിയൊക്കെ അല്ല വേണ്ടത്. മനസ്സിലായ? ഓക്കെ. ഇനി ആരാ? ഇതാണ് എന്നെ സങ്കടമാക്കുന്നത്. ഇപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന്. എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് വീരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂ. ഇതന്നെ എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇത് ഇങ്ങനെ ഒരാളാണെന്ന് സത്യമായിട്ടും. ഇനി വേറൊരു കാര്യം ഞാൻ കാണിക്കാം. 4 ദിവസം ഞാൻ നിർത്താതെ ചിരിച്ച്, ഇനി നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയ ചിരിക്കും എനിക്കറിയില്ല. നമ്മുടെ ഈ ആർത്തിയുടെയും മിനിയുടെയും കാര്യം ഏതാ അന്നാന്ന് കാണിച്ചിട്ടെ. ഇതെന്താ ഇതൊരു കല്യാണ ഫോട്ടോ ആണ്. അതിലെ KGF ഫോട്ടോ. ഇയാൾ ഇതിലും മൊത്തം സീന്. ഈ 3 നായകന്മാരൊന്ന് വരുവാണെങ്കിൽ ബാബുവണ്ടി ചേട്ടൻ എന്നൊരു സാധനം പറഞ്ഞു വച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തന്നെ ഞാൻ പൊക്കോളാം. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഇടിക്കുമ്പോൾ ഉള്ള ശബ്ദം വാഗോണ്ടുണ്ടാക്കുന്നതാണോ? ഭയങ്കര വെയിറ്റ്. ഓ തിയേറ്ററിൽ ഇരുന്നൊക്കെ ഞാൻ അപ്പൊ ഓക്കെ. പടത്തിലെ കറക്കമുണ്ടല്ല, ആ പാട്ടിലൊരു കറക്കം ഇറങ്ങി. ഉഷാഫാൻ ചോദിച്ചടക്കെ ഇപ്പൊ ഭയങ്കര കറക്കമായിരുന്നു കേട്ടോ പാട്ടി കിടന്ന്. നീ മാത്രമല്ല ഇവിടെ അടിയും പിടിയും ഉണ്ടാക്കിയിട്ട് ഒരച്ഛൻ മകനെ നന്നാക്കാൻ വിട്ടേക്കണത് ബാറില്. എനിക്കറിയാൻ പാടില്ല ഈ